ലൈംഗിക ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും അതീവ ഗുരുതരമായ നിർണായക തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ചുകാലമായി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാതിരുന്ന ഒരു വിഷയം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും പുതിയ വഴിത്തിരിവുകളുമായി പുറത്തു വന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ ഇതേ ആരോപണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൽക്കാലികമായി മാറ്റി നിർത്തുകയും സസ്പെൻഷൻ നടപടിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷവും പാർട്ടി വേദികളിലും സർക്കാർ പരിപാടികളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടം കത്തിക്കയറുമ്പോഴാണ് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവകരമായ പുതിയ ശബ്ദരേഖകളും വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് പുറത്തു വന്ന ശബ്ദരേഖയുടെ അവശേഷിപ്പുകളാണ് ഇപ്പോഴത്തെ ഈ നിർണായക തെളിവുകൾ എന്നാണ് പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടവും ആരോപണം ഉന്നയിച്ച യുവതിയും സംസാരിക്കുന്ന കൂടുതൽ ശബ്ദശകലങ്ങളാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടാകും, മുൻപും ഇതേ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശബ്ദരേഖ പുറത്തു വരികയും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും അത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരികയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് പരാതി ഉന്നയിച്ച പെൺകുട്ടികൾ കേസ് നടപടികളോട് സഹകരിക്കാതെ വരികയും കേസിനെ സംബന്ധിച്ച മതിയായ തെളിവുകൾ യഥാസമയം ലഭിക്കാതെ വരികയും ചെയ്തതോടെ ആരോപണങ്ങൾ പതിയെ കെട്ടടങ്ങുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവ സാന്നിധ്യമാവുകയുമായിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ കേസിനെ വീണ്ടും നിർണായകമായ വഴിത്തിരിവിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് മുൻപ് പുറത്തു വന്ന ശബ്ദരേഖയുടെ ബാക്കി പത്രമായി നമുക്കൊരു കുഞ്ഞു വേണം എന്ന് ആദ്യം പറയുകയും പിന്നീട് യുവതി ഗർഭിണിയായ ശേഷം ആ ഗർഭത്തെ ഒഴിവാക്കാൻ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ശബ്ദരേഖയും അതോടൊപ്പം ചേർത്ത് വെക്കാവുന്ന വാട്സ്ആപ്പ് ചാറ്റുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ മറ്റൊരു ആരോപണവും ഇതിനിടയിൽ ശക്തമായി ഉയരുന്നുണ്ട്. കൃത്യമായ ഇടതുപക്ഷ അജണ്ടകളുള്ള 2 ചാനലുകളാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടത്. കൃത്യമായ ഇടതുപക്ഷ അനുകൂല വാർത്തകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന റിപ്പോർട്ടർ ചാനലും ന്യൂസ് 24 മലയാളവുമാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അവരുടെ ഏക ലക്ഷ്യം കോൺഗ്രസിനെ കരിവാരി തേക്കാനുള്ള ശ്രമമാണെന്ന ആരോപണവും ഒരു ഭാഗത്തുനിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നവർ ഇപ്പോൾ വീണ്ടും ഈ ആരോപണങ്ങൾ പൊടിതട്ടിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ആകമാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു കോൺഗ്രസ് തരംഗം ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നും പ്രതിപക്ഷ മുന്നണിയായ UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ വികസന അജണ്ടകളും പ്രകടന പത്രികയും കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച അതേ നിർണായക ദിവസമാണ് ഇത്തരമൊരു ശബ്ദരേഖ വീണ്ടും പുറത്തു വന്നിട്ടുള്ളതെന്നും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഏറെ ജനപ്രിയമായ ഒരു കൂട്ടം പദ്ധതികളുമായി ത്രിതല പഞ്ചായത്തിൽ UDF മുന്നോട്ട് വന്ന ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ മുന്നേറ്റത്തിൽ വിറപൂണ്ട ചിലരുടെ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണിതെന്നും ശക്തമായ ആക്ഷേപം ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് ഈ വിഷയത്തിൽ തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ഉറപ്പായും നിയമപരമായ ശിക്ഷ അനുഭവിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുകയും വഹിക്കുന്ന MLA സ്ഥാനം ഉൾപ്പെടെയുള്ള പൊതുസ്ഥാനമാനങ്ങൾ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇതൊരു ആസൂത്രിതമായ നീക്കമാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും തുറന്നു കാട്ടേണ്ടതും അനിവാര്യമാണ്. എന്തായാലും സത്യം പുറത്തു വരേണ്ടത് ഈ കേസിൽ ആരോപണം ഉന്നയിച്ച യുവതിയുടെ നീതിക്കും പൊതുസമൂഹത്തോടുള്ള നീതിക്കും അത്യന്താപേക്ഷിതമാണ്.